ബൈ ദ ബൈ ഈ ഉടുപ്പിന് 5 കൊല്ലം മുമ്പുള്ള പഴക്കമുണ്ട്. ഇതിട്ട് കണ്ടപ്പോൾ എന്റെ കെട്ടിയാൻ ചോദിക്കണേ ഇതൊക്കെ ഇവിടെ നിന്ന് ഇറക്കുമതി ചെയ്തെന്ന്. വല്ലപ്പോഴൊക്കെ എന്നെ നോക്കണേ. വണ്ടി കയറിയപ്പോൾ ദേ ഇരിക്കേണ്ട കപ്പലിന് വിട്ടായി. ഇത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് വാങ്ങി വെച്ചതാണ്, പിന്നെ ഇത് എനിക്ക് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് എന്റെ. രാവിലെ തന്നെ ഞാൻ അങ്ങോട്ട് ഇമോഷണൽ ഡാമേജ്. അങ്ങനെ രാവിലെ തന്നെ ശുഭകരമായ ഒരു തള്ളുപിടുത്തം കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പൊറുതിയാൾ വീട്ടിൽ പോയി. അങ്ങനെ ഓരോ ഗ്ലാസ് ജ്യൂസും കൂടി എന്റെ ഗൃഹപ്രവേശനം അങ്ങനെ കഴിഞ്ഞു. നല്ല കലക്കം വീടായിരുന്നു. വീടൊന്നും ഒറ്റ നോട്ടത്തിൽ കണ്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ദേ ഇവിടെ ഇന്നാമായി മുൻതമ്മി നല്ല സ്നേഹപ്രകടനം. അടുത്തേ നോക്കിയപ്പോഴും മനസ്സിലായി നീ എന്താണ് മുടിവെട്ടാത്തതെന്ന് ചോദ്യം. ഈ വാപ്പാനി മോളെ വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മിസ്സിംഗ് കാണുന്നുണ്ട്. ഇവരിത് എവിടെ പോണേന്ന് ഒറ്റക്ക് കണ്ടുപിടിക്കണം. വിശപ്പിന്റെ വിളി വന്നപ്പോഴത്തേക്കും നമ്മൾ നേരെ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്ന്. ഇപ്പൊ എവിടെ പോയി കഴിഞ്ഞാലും ബീഫ് ബിരിയാണിയാണ്. എവിടെന്നെങ്കിലും ഒരു കലക്കൻ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് മരിച്ചാൽ മതിയായിരുന്നു. ഡിസംബർ ആണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം. നല്ല വെയിലും നല്ല ചൂടും. കുറച്ചു നേരം അവിടെ ഇരുന്നപ്പോ കണ്ട കാഴ്ചയാണ് ഈ കാണുന്നത്. ഉരുട്ടിക്കൊണ്ടുപോകണം. ഇത് കണ്ടപ്പോ എന്റെ പണ്ടത്തെ മാത്സ് ക്ലാസ്സിൽ മാത്സ് ടീച്ചർ ചക്ര ഉരുട്ടിക്കൊണ്ടുവന്ന കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ സമയം ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ഇപ്പൊ ഓരോ ഗ്ലാസ് കട്ടൻ ചായ കുടിച്ച് എല്ലാവരും പുറത്തിരുന്ന് കുറച്ചു നേരം അങ്ങോട്ട് കാറ്റുകൊണ്ട്. അപ്പോഴാണ് ഉമ്മച്ചി പറഞ്ഞ കല്യാണക്കുറി എടുത്തില്ല. പക്ഷേ കല്യാണക്കുറി അല്ലല്ലോ, വീട് വാർക്കാനുള്ള പൈസ കൊടുത്തില്ല. അങ്ങനെ പിന്നെ നമ്മൾ അതും പോയി വണ്ടിയിൽ പോയി എടുത്ത് എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറയുമ്പോൾ സമയം പോണ അറിയാല. അങ്ങനെ കുറെ നേരം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചുപോയി. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ.